വരും. ചേച്ചിയുടെ ഒരു പ്രത്യേക സ്വഭാവമാണെന്ന് പറഞ്ഞു. ഇന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇല്ല, ഇന്ന് അപ്പയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാ കൂടുതലും. എന്നാ ഇപ്പൊ കപ്പയും കിപ്പയൊന്നും വേണ്ട. ഞാൻ പ്രായമില്ലാത്ത രീതിയിൽ നടക്കണമെങ്കിലും എനിക്ക് നല്ല പ്രായമുണ്ട്. അപ്പയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാ മൊത്തം. ഇപ്പൊ എനിക്ക് തീറ്റ ഒരുപാടായി കിട്ടും രാത്രിയിൽ. അങ്ങനെ പേരക്ക കഴിച്ചിരിക്കാൻ വരട്ടെ, വേറൊരു സാധനം കൂടി ഉണ്ട്. ഇനി ഞാൻ പഠിപ്പിക്കേണ്ട പ്രായം കഴിഞ്ഞു. ഞാൻ ഒന്നും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പാടത്തേക്ക് പുതിയ നൈറ്റി ഒക്കെ ഇട്ട് നിപ്പാണല്ലോ. ഈ കളർ നല്ല മാച്ചിങ് ആട്ടോ അമ്മയ്ക്ക്. നീ എടുത്തല്ലേ കോസ്റ്റ്യൂമൺ വന്നപ്പോ എന്നോട് പറഞ്ഞു ഇതൊക്കെ ഇട്ട് വീഡിയോയിൽ വരാത്ത എന്താ നല്ല കളർ പറഞ്ഞു. അത് ഇങ്ങനെ വീഡിയോയിൽ വരാൻ വേണ്ടി ഒന്നും എടുത്തിടാറില്ല. അന്നേരം ഇടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് വീഡിയോയിൽ വരും. ചേച്ചിയുടെ ഒരു പ്രത്യേക സ്വഭാവമാണെന്ന് പറഞ്ഞു. ഞാൻ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പയുടെ പാല് തിളച്ചിരുന്നു. അപ്പയ്ക്ക് കാപ്പി ഇടുക. അപ്പ നിന്നെ വിളിക്കാൻ വന്നേച്ച് ആകെ കാപ്പി കുടിക്കാൻ ഇതായിട്ടിരിക്കുക. കാപ്പി അങ്ങ് കൊടുക്കട്ടെ. അപ്പയ്ക്ക് കാപ്പി കൊടുത്തിട്ടാണ് അമ്മ ബാക്കി പരിപാടി ഉള്ളൂ. കപ്പ വേവിച്ചതും വെളാമീൻ വെച്ചതും 2 ചട്ടിയിൽ മീൻകറി ഉണ്ടെന്ന്. അത് ശരി, 2 ചട്ടിയിൽ മീൻകറി അതൊന്നും പോകൂല, ചെറിയ ഇതല്ലേ. 2 ചട്ടിയില് ഇത് നേരത്തെ വെച്ചത് അതങ്ങ് തീർക്കണം. മറ്റേ ചട്ടിയിൽ ഞാൻ കാണിക്കാം. പുതിയത് സന്ധ്യക്ക് വെച്ച് വാങ്ങിയതാ, നാളത്തേക്കാ. അത് ശരി, പാട ഊതിയതാട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊക്ക് പതയില്ലാത്ത കാപ്പി ഇങ്ങനെ തന്നെ കൊടുക്കണം, ആവി പറക്കുമ്പോ തന്നെ. പതയില്ലാത്തതും കൊടുക്കണം. പത ഒട്ടും പാടില്ല. പതയോടൊപ്പം ഇവാപറേറ്റ് ചെയ്യണത് കാപ്പിയാണെന്ന് പറയും അപ്പൊ എപ്പോഴും. പിന്നെ കൊറേ സാധനങ്ങള് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇവിടെ ഇരിപ്പുണ്ട്. അതായത് കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങള് നോവിച്ച കാലത്തെ വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് അമ്മാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ഫ്രഷ് ഫ്രം അവർ ഹോം ലാൻഡ്. അതെ, അവിടെ ഈ പച്ചക്കറി പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ഐറ്റവും കാണാം. അപ്പയ്ക്ക് കൊടുത്തേച്ച് വരട്ടെ. ഞാനും കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതലും അപ്പയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാ. ആണോ? ഇന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇല്ല, ഇന്ന് അപ്പയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാ കൂടുതലും. എനിക്ക് എന്നും ഇഷ്ടമുള്ളത് എനിക്ക് ഇഷ്ടമുള്ളതല്ലേ കൊണ്ടുവന്നത്. അപ്പൊ ഇന്ന് അപ്പയ്ക്കാവട്ടെ. എടുക്കട്ടെ. ചെറിയ കുണ്ഠിതമുണ്ടോ? എനിക്ക് യാതൊരു കുണ്ഠിതവും ഇല്ല. കാരണം കുണ്ഠിതപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് തന്നെ. എന്തിനിങ്ങനെ കുണ്ഠിതപ്പെടണത്? കുണ്ഠിതപ്പെട്ടിട്ട് എന്ത് കാര്യം? അതെ, 2 സ്പൂൺ മതി കേട്ടോ. അത്ര മതിയോ? കാന്താരി മുളക് അരച്ച് തേങ്ങ അരച്ച് വെച്ച കപ്പ വിത്ത് വെളാമീൻ. കുറച്ച് നാളായില്ലേ വെളാമീൻ കണ്ടിട്ടോ. പിന്നെ വൈറ്റ് കളർ കപ്പ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി അധികം ഇടാത്തത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, ഇതിന് തരി പോലും ഇട്ടിട്ടില്ല. പഴുത്ത കാന്താരി അരച്ചേക്കണത്. അപ്പയ്ക്ക് പ്യുവർ വൈറ്റ് കളർ കണ്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. നേരത്തെ വെച്ചാ 1 മിനിറ്റ്. 2 ചട്ടി ഉണ്ടല്ലോ. പറഞ്ഞില്ലേ 2 ചട്ടി ഉണ്ടെന്ന്. പലരും പറയാറുണ്ട് അമ്മയുടെ മീൻകറിക്ക് നല്ല കളറാണെന്ന്. അതാ പൊടിയുടെ തന്നെ, ഷേർലി ചേച്ചിയുടെ പൊടിയുടെ. അത് പുതിയത് ഇന്ന് വെച്ചതാ. ഇത് തീർന്നിട്ട് അതെടുക്കാം. ഒഴിക്കട്ടെ. എരിവധികം ഇല്ല. ഈ വെളാമീനായിട്ട് നല്ല സോഫ്റ്റ് പീസാണ്. വറക്കാനും വെച്ചിട്ടുണ്ട്. മതിയോ? നാളെ വറക്കാൻ മതി. ഇത് കഴിച്ചിട്ട് സാധനങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അതും കഴിക്കാനുള്ള സാധനം ആദ്യം കാണാം, അതേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അമ്മ ഇന്ന് പോണിട്ടൈലൊക്കെയാണല്ലോ കെട്ടിയേക്കണേ. പോണിട്ടൈൽ പറഞ്ഞപ്പോ അപ്പ നോക്കുക. അതല്ല, കുളിച്ചേച്ചില്ലേ ഭക്ഷണം എടുക്കാൻ നേരത്തെ അളിച്ചിട്ടാ വൃത്തികേടല്ലേ, മുടിയല്ല അതിലേക്ക് പൊഴിഞ്ഞു വീഴും. അതുകൊണ്ടാ. ഓക്കെ, കഴിക്കേ. ഞാൻ സാധനം എടുത്ത് കൊണ്ടുവരാം. അമ്മ തുറന്നു നോക്കിയേ, ഇപ്പൊ തന്നെ എടുക്കാം. ഇത് പിന്നെ കാണാം. ഇത് ആദ്യം എടുക്കാം. ഇത് കഴിക്കാനുള്ളത് ആദ്യം എടുക്കാം. ഇത് അപ്പയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാ മൊത്തം. ഇത് അപ്പയ്ക്കുള്ളതല്ല, ഇത് എനിക്കുള്ളതാ. അപ്പ ഇന്നലെ പറിച്ചു. പേരക്ക തീർന്നില്ലായിരുന്നു. തീർന്നോ? അയ്യോ, പട ചുടിയും. എന്റെ കപ്പ അപ്പയാട്ടോ തിന്നണേ. ദേ, അതിനകത്ത് വേറെ സാധനം കഴിക്കാനുണ്ടെന്നേ. അതിനകത്ത് വേറെ സാധനം ഉണ്ട്.
ഈ ഫോണിങ്ങനെ ഒക്കെ വെക്കരുത് കേട്ടോ. സാധനം എടുക്കുമ്പോൾ ചെറുപ്പം അപ്പയ്ക്ക് രാത്രി കപ്പ കഴിക്കണം ഒട്ടും ഇഷ്ടമല്ല. എന്നാ ഇപ്പൊ കപ്പയും കിപ്പയൊന്നും വേണ്ട. വെജാണോ? അല്ല, ചിക്കനാ. വെജ് അവിടെ ഇല്ലായിരുന്നു. കൊച്ചിൻ ബേക്കറിയിലെ ഉണ്ണിയപ്പം അപ്പയുടെ ഫേവറേറ്റ്. കൊച്ചിൻ ബേക്കറിയിലെ പ്ലേറ്റിൽ എടുത്ത് വെക്കാം. മിനി ബർഗറാട്ടോ. ബർഗർ ഞാൻ പ്ലേറ്റ് എടുത്തോണ്ട് വരാം കേട്ടോ. ബർഗർ കേടാവും, നാളെ എടുക്കാം. ബർഗർ ഇന്ന് എല്ലാവരും കഴിക്കുക, ഒരെങ്കിൽ വെജ് അല്ലാതെ. പ്ലേറ്റ് എടുത്ത് വെക്കാം കേട്ടോ. പ്ലേറ്റ് എടുത്തും വരാം. നല്ല ഭംഗി. നമ്മുടെ ഇവിടുത്തെ റോയലിൽ കിട്ടണ ഇത് മിനി ബർഗറാ. അല്ല, റോയലിൽ മിനി ബർഗറൊക്കെ മേടിച്ച് വെക്കാറുണ്ടല്ലോ. അങ്ങനെയൊന്നും മുറിക്കണ്ട, അതിന്റെ ആ ഒട്ടിച്ചു വെച്ചേക്കണതോ അത് മുറിക്കണ്ടെന്ന് വെച്ചാലേ കണ്ണാടി എടുത്തോണ്ട് വന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്റെ കണ്ണിനൊക്കെ, ഞാൻ പ്രായമില്ലാത്ത രീതിയിൽ നടക്കണമെങ്കിലും എനിക്ക് നല്ല പ്രായമുണ്ട്. പക്ഷെ അത് ഞാൻ അംഗീകരിച്ച് തന്നെയാ പോണതാ. പിന്നെ നിങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ പറയും, അപ്പൊ എനിക്ക് ചിലപ്പോ കണ്ടമാനം ഇറിറ്റേഷൻ വരും. കാരണം നല്ല പ്രായമുണ്ട്. നിങ്ങളുടെ നോട്ടത്തിൽ പ്രായമില്ല. ഒരു 70-90 വരുമോ? അതിൽ നിന്ന് 10-20 കുറച്ചാ മതി. 20 കുറയ്ക്കണ്ട കേട്ടോ. 70 ഇച്ചിരി കുറച്ചാ മതി. ഇച്ചിരി മതിയോ? 2-3 മതിയോ? പോരാ, 10-12 കുറച്ചാലേ. മനസ്സിലായില്ലേ? ഇപ്പൊ ഏകദേശം ഒക്കെ പിടികിട്ടി. അത്രയും പിടികിട്ടിയാ മതി. ഞാനൊന്ന് ചൂടാക്കി കൊണ്ടുവരാം. മാറ്റിക്കോട്ടെ, തൊലി മാറ്റിക്കോട്ടെ. ലെറ്റ്യൂസ് അത്. ഉണ്ണിയപ്പം ലേറ്റസ്റ്റാ. കപ്പയും മീനിനെ പറ്റിയും പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാ മലയാളികളുടെയും പ്രത്യേകിച്ച് പ്രവാസികളുടെ ഒക്കെ ഒരു വീക്ക്നെസ് ആയിരിക്കും കപ്പയും മീനും. ഭയങ്കര രസമാണ് വൈകുന്നേര സമയങ്ങളിൽ കഴിക്കാൻ. രാത്രി അത്ര സ്യൂട്ടബിൾ അല്ല കഴിക്കാൻ, ഭയങ്കര ഹെവിയാണ് ഈ സാധനം. അത് നമുക്ക് പൊട്ടിക്കാം. പൊട്ടിക്കുമ്പോ എടുക്കാം. ഉണ്ണിയപ്പത്തെ പറ്റി പറഞ്ഞ കേട്ടോ. ഉണ്ണിയപ്പം കാണിച്ചു തരാം. അതെ, പ്രൊമോഷൻ അല്ല കേട്ടോ, ഞങ്ങൾ മേടിച്ചത് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. അപ്പുറത്തെ വശം ഒന്ന് കാണിച്ചേ. ഇത് പഴം ചേർത്തത് കാരണം പെട്ടെന്ന് നമ്മൾ തീർക്കണം, അല്ലെങ്കിൽ ചീത്തയാവും അല്ലേ? 10 80 രൂപ, ഒരെണ്ണത്തിന് 8 രൂപ. പൊട്ടിക്കാം നമുക്ക്. അതെ അതെ അതെ. അപ്പയ്ക്ക് കപ്പ വളരെ ഇഷ്ടപ്പെട്ടു തോന്നുന്നല്ലോ. ഒരു ഇച്ചിരി മീനെടുക്കാം. വെളാമീനായതുകൊണ്ട് അങ്ങനെ മുള്ളൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇത്ര കൂളായിട്ട് എടുക്കണം. മീനിന്റെ കഷ്ണവും കൂടി ചേർത്താണ് കപ്പ. നല്ല ബർഗർ അല്ലേ, ചെറിയ ബർഗർ. ചെറുതായോണ്ട് കഴിക്കാനും ഓവറല്ല. മറ്റൊരു ബർഗർ കഴിക്കുമ്പോ നമ്മൾ ഇരുന്നു. മതിയോ? ഞാൻ നന്നായിട്ട് ഒഴിക്കും. എനിക്ക് ശരിക്കും സോസ് വേണം. ഒരു സ്പൂൺ കൂടി പോയാൽ പ്രശ്നമാണ്. കൂടാൻ പാടില്ല. കൂടിയ നമുക്ക് കിട്ടുന്ന ടേസ്റ്റ് വേറെയാണ്. അമ്മ ബർഗർ എടുക്കും. അമ്മക്ക് സോസ് വേണ്ടേ? ഞാൻ സോസിന്റെ ആളാ. എനിക്ക് വെജ് ആയിരുന്നു കേട്ടോ, പക്ഷെ ഇഷ്ടം. വെജ് അവിടെ ഇല്ലായിരുന്നു. ഇല്ല അല്ലേ? ഞാൻ ഒഴിക്കണുണ്ടോ? നീ കപ്പ തിന്നു കഴിഞ്ഞിട്ടല്ലേ? നേരത്തെ നീ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ നിന്ന് അപ്പ 2-3 പ്രാവശ്യം റോയലിൽ നിന്ന് ഇതുപോലെ കുട്ടി ബർഗർ മേടിച്ചിട്ടുണ്ട്. അതിലിങ്ങനെ ഒരു ഇത് ടൂത്ത്പിക്ക് കൂട്ടിയ ചെന്ത വെച്ചിരിക്കും. ഇത് ചെറിയ കൊച്ചിൻ ബേക്കറിയിലെ സൂപ്പർ അല്ലേ? ആൻസിലെ നല്ലതായിരിക്കും. സൂപ്പറാ. ഇതവിടെ വന്നാ വേഗം തീരൂല, തീരൂല. പെട്ടെന്ന് ചെന്നാലേ കിട്ടുള്ളൂ.
നല്ല ടേസ്റ്റിയാ. ഇനി എനിക്കില്ലേ പിന്നെ അത്താഴം. പിന്നെ മണി 7:30 ഇനി അത്താഴം കഴിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവൂല. ടൈം നല്ലതാ, നല്ലതാ. ഇനി കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം. അതിനെ പേരക്ക ഇരിപ്പുണ്ട്, അത് കഴിച്ചു. നാന്ത്രം ചുണ്ടില്ല കണ്ണമ്പഴം തിരുമറിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാം. വലിപ്പം കുറവാന്നുള്ളൂ, നല്ല ടേസ്റ്റിയാണ്. സോ സോഫ്റ്റ്. അത് കഴിക്കാം. ഉണ്ണിയപ്പം എങ്ങനെയുണ്ട്? നല്ല ഉണ്ണിയപ്പം. നോക്കട്ടെ, അകത്തൊന്ന് നോക്കട്ടെ. ഇതിനകത്ത് ഈ പഴം ചേർക്കുന്നതുകൊണ്ട്, പഴം ചേർക്കുന്ന വെച്ചാൽ പഴം സുലഭമായി ചേർക്കുന്നതുകൊണ്ട് ആ പഴത്തിന്റെ ഒരു ടേസ്റ്റ് അല്പം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അത് വളരെ ആസ്വാദികരമാണ്. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഉണ്ണിയപ്പം ഈ കൊച്ചിൻ ബേക്കറിയുടെയാണ്. അത് പറയാതിരിക്കാൻ തരമില്ല. ഇത് വളരെ ടേസ്റ്റിയാണ്. പ്രത്യേകിച്ചും അന്നത്തെ ഡേറ്റിൽ തന്നെ കിട്ടുകയാണെങ്കിൽ. ഇത് ഇന്നത്തെ ഡേറ്റ് ആണോ? പിന്നെ വേറൊരു കാര്യം പറയാം. നമ്പർ 1 ഈ ഉണ്ണിയപ്പം ഇതുപോലെ തന്നെ ഈക്വലി ഗുഡാണ് തൃപ്പൂണിത്തറ ഭാരത് കഫേയിലെ. അതായത് ജയന് ഒരു പ്രാവശ്യം നമുക്ക് മേടിച്ചോണ്ട് അത് ഇച്ചിരി കൂടെ വലുതാണ്, നല്ല പൾപ്പ് പോലെ. ഉണ്ണിയപ്പം ലവേഴ്സ് ആരൊക്കെയാ? ഞാനൊരു ഹാർഡ് കോർ ഉണ്ണിയപ്പം ലവറൊന്നും അല്ല കേട്ടോ. പക്ഷേ ഇതുപോലെ നല്ല ഉണ്ണിയപ്പംസ് ഒക്കെ കിട്ടുമ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാറുണ്ട്. അതുപോലെ വീണ്ടും വീണ്ടും പറയുന്നു, ഇതൊരു അഡ്വർടൈസ്മെൻറ്റോ പ്രൊമോഷനോ റെക്കമെൻഡേഷനോ ഒന്നുമല്ല. ഞങ്ങൾക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം അത് നിങ്ങളുടെ അടുത്തും കൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഒന്നും നമുക്കറിയില്ല കേട്ടോ. ഇതുപോലെ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പരസ്പരമൊക്കെ ഷെയർ ചെയ്യാറില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം പറയാറില്ലേ? അതുപോലെ ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനെപ്പറ്റി കൂടുതലൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇതുവരെ ഒരു അഡ്വർടൈസ്മെൻറ്റോ പ്രൊമോഷനോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. അപ്പം കപ്പ എടുക്കുക കേട്ടോ. വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ കുറച്ചായിട്ട് എടുത്തോളൂ, വേണമെങ്കിൽ പറഞ്ഞേരെ. ഞാൻ ഉണ്ണിയപ്പം കഴിക്കണം, അസൽ ഉണ്ണിയപ്പം. ഞാൻ പറഞ്ഞേനെ. ഇനിയിപ്പോ എനിക്ക് തീറ്റ ഒരുപാടായി കിട്ടും. രാത്രിയിൽ അങ്ങനെ ഞാൻ തിന്നാറ് വരുന്നത് പറഞ്ഞ ഇന്ന് തന്നെ കഴിച്ചാൽ അതിന്റെ രുചി ശരിക്കും അറിയാൻ പറ്റുള്ളൂ. അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ എടുത്തത്. നാളെ ആകുമ്പം വേറൊരു ടേസ്റ്റിലേക്ക് വരും. അത് എല്ലാ ഫുഡും അങ്ങനെയാണല്ലോ. ഉണ്ടാക്കി അന്ന് കഴിക്കുന്ന രുചി ആയിരിക്കില്ല പിറ്റേ ദിവസം കഴിക്കാം. നീ ഇടയ്ക്ക് മേടിക്കുന്നോണ്ട് പിന്നെ ഞാൻ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയണം. നല്ല സൂപ്പറാ, സൂപ്പർ ഫൈൻ. ബർഗർ അടുത്തത്. എല്ലാം കുറച്ച് കുറച്ചാട്ടോ കഴിക്കണല്ലോ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് ദൂരെ കഴിക്കണത് അങ്ങനെയൊന്നുമില്ല. എല്ലാം ഇച്ചിരി ഇച്ചിരി വീതം കഴിക്കണം. വേറൊരു കാര്യമുണ്ട്, വൈകിട്ട് ഫുഡില്ലാന്നേ. വൈകിട്ട് കഴിക്കണില്ല ഒന്നും. ഇതണ്ട ബർഗറിന്റെ ഉൾവശം. ബർഗർ കഴിക്കാൻ കൊതിയാവുന്ന എല്ലാവരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാട്ടോ കഴിക്കണേ. നമ്മൾ ആഗ്രഹിച്ച ടേബിൾ റണ്ണറോ അത് കാണിക്കാം നമുക്ക്. എവിടുന്നാ ഉറവിടവും പറയാം, റേറ്റും പറയാം. നല്ല ബർഗറാ. നല്ല ഉണ്ണിയപ്പം. ഞാനിവിടെ ഇരുന്ന് പറയണത് നല്ല ബർഗറാണ്, അമ്മ പറയണത് നല്ല ഉണ്ണിയപ്പം. പേരക്ക കഴിച്ചിരിക്കാൻ വരട്ടെ, വേറൊരു സാധനം കൂടി ഉണ്ട്. ഏതായാലും ഇത് കഴിക്കട്ടെ. ലാസ്റ്റ് പേരക്ക 3 ദിവസമായി അപ്പൊ പറിച്ചു വെച്ചേക്കുവായിരുന്നു. 2023 അവസാനത്തെ പേരക്ക. ഓക്കെ, ഞാൻ കൊണ്ടുവരാം. ഇത് എന്താണെന്നറിയോ, ഞാൻ എനിക്ക് വേണ്ടി മേടിച്ച കുറച്ച് ഡ്രസ്സുകളാണ്. സമയം പോലെ നമുക്ക് ഇട്ട് കാണിക്കാം. ഇപ്പം ഏതായാലും ഒന്ന് എടുത്ത് കാണാം. അമ്മയെ കണ്ടില്ലല്ലോ ഇത്. ഇങ്ങനെയൊക്കെയാണോ വെക്കുന്നത്? പിന്നെ എങ്ങനെയാ വെക്കണ്ടേ? അമ്മയുടേതായ രീതി വേറെയാണ്. മേശയിലേക്ക് ചുമ്മാ കൊണ്ടുപോയി എല്ലാവർക്കും ഒരേ സാധനങ്ങൾ അങ്ങ് എഴുതിയിടുക, എന്നിട്ട് എല്ലാവരും അങ്ങ് പോവുക. മേശ ഇങ്ങനെ ഇതൊക്കെ തുറക്കുക. ഇങ്ങനെ വേണം വെക്കാൻ. ഇനി ഞാൻ പഠിപ്പിക്കേണ്ട പ്രായം കഴിഞ്ഞു. ഞാൻ ഒന്നും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും പഠിച്ചത് മതി. സ്വയം പഠിച്ചോളൂ, ഇല്ലെങ്കിൽ പഠിക്കണ്ട. അനുഭവം പഠിപ്പിക്കട്ടെ. നമ്പർ 1 അത് റയോണ. ചൂടെടുക്കോ? ഇതാ ഇല്ല, അത് ചൂടൊന്നും എടുക്കില്ല. നല്ലതാ. റയോണ. എല്ലാ ഈ വീനൊക്കെ അറിയാവോളല്ലോ. അറിയാൻ മേല കയ്യിലെവിടെ ഞാൻ വെക്കും. ഈ മേശപ്പുറത്തേക്ക് വെച്ചോ? വേണ്ട, തോന്നിയ പോലെ മേശ. ഇത് അളവ്
കൊടുത്തു. അത് അതെനിക്കറിയാം. അളവാ, അത് വേണമെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ മാറ്റി വെച്ചോ. മാറ്റി വെക്കാം. ഓ എടുക്കാൻ കുത്തി നിറച്ച്. എനിക്ക് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ. അത് അളവ് അളവാട്ടോ. അത് അവനവന്റെ ഐഡന്റിറ്റി അല്ലേ. അപ്പക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പാടത്തെ കത്തി എറിയും. ഇതൊക്കെ പ്യുവർ കോട്ടൺ ആട്ടോ. അത് വേനക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് പ്യുവർ കോട്ടൺ ആണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു 10 ടോപ്പ് എന്നിട്ട് ഒരു ലെഗ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാം പുറത്തായിരിക്കും, വരയ്ക്കാത്ത കയറ്റൂല. ഇത് കണ്ടോ ബൾബ്, നല്ലതാ. ബൾബ് നല്ല നീ മേടിച്ചേക്കണേ ആനയുടെ പടമുള്ള ആ കോട്ടൺ ഇതൊക്കെ നല്ലതാണ്. അതൊക്കെ വളരെ നല്ലതാ. ഇത് ബൾബിന് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ നേവി ബ്ലൂ വിത്ത് വൈറ്റ് അല്ലേ. ബൾബ് ബൾബ് കണ്ണ് ബൾബായോ? ബൾബടിച്ച് പോവോന്നറിയില്ല. ഇന്നാളത്തെ കാണിച്ചായിരുന്നു നമ്മള് ഹക്കോബെ. ഇട്ട് കാണിച്ചില്ല, പക്ഷെ അതൊന്ന് ഇട്ട് നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാം. ഇത് ക്രിസ്മസിന് വേണ്ടി ഞാൻ മേടിച്ചതാ. റെഡ് ആൻഡ് മെറൂൺ ആട്ടോ ഇത്. ഹക്കോബ റെഡിഷ് മെറൂൺ. എനിക്ക് പ്യുവർ റെഡ് ആയിട്ട് താല്പര്യമില്ല, റെഡിഷ് മെറൂൺ എനിക്ക് ഇഷ്ടം. അല്ലെങ്കിൽ ഗ്രീൻ ഇടാം. പേര് കേട്ട് പേടിച്ചു പോയി. ഞാനല്ലേ ഗോക്കളേഴ്സിൽ ചെന്ന 3 കളർ ചോദിച്ചു, 3 അവിടെ ഇല്ല. പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു ആർമി ഗ്രീൻ ഇങ്ങനെ എടുക്കാൻ. നേരം അവരെന്റെ നേരം ഇങ്ങനെ നോക്കി. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതേ ഇരിക്കണേ, അതിന് പറയണേ ആർമി ഗ്രീൻ എന്നാ എന്റെ ഭാഷ, നിങ്ങൾ ഇങ്ങനെ എടുത്തോളാൻ പറഞ്ഞു. ലാർജ് സൈസ് ഓടണം. അപ്പൊ അവരെന്നെ നോക്കിയേച്ച് ഒന്നും മിണ്ടിയില്ല, എടുത്ത് തന്നു. ഇതും ഹക്കോബയാ. ഇത് ഞാൻ ഷീമാട്ടിന്ന് മേടിച്ച തുണിയാ. ഇത് നല്ല ഭംഗിയില്ലേ? ഇതില്ലേ ചൂടെടുക്കൂലല്ലോ. ഇല്ല ഇല്ല. എടീ ഈ സെയിം എന്നാലും കൊച്ചമ്മയുടെ അടുത്ത് ചെന്ന പേജില് ബ്ലൗസ് കിപ്പിച്ചേക്കണം. ഓ സെയിം. സെയിം ആണോ? സെയിം ആയത്. അമ്മയ്ക്ക് ബ്ലൗസിന് വേണമെങ്കിൽ ഇത് ഞാൻ മേടിച്ചോണ്ട് വരാം. അത് അവിടെ ഉണ്ട്, ഷീമാട്ടിയിലാ. എനിക്ക് ബ്ലൗസിന് വേണ്ടത് തൊളയില്ലാത്ത അത് അമ്മയ്ക്ക് മാത്രമേ മേടിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കോട്ടയാണ്, പക്ഷെ തളർന്നിരിക്കുന്ന കോട്ട, പറന്നിരിക്കണ കോട്ടയല്ല, തളർന്നിരിക്കണ കോട്ട. വൈറ്റ് ഇടാം. ഇത്രയൊക്കെ ഉള്ളൂ. ഇത് മതിയല്ലോ. 1 2 3 4 5 എണ്ണം. ഓക്കേ. മറ്റേത് നമുക്ക് കരോളിനൊക്കെ പോകുമ്പോ ഇടാം. ചുമപ്പ റെഡ്. വേറൊരു കാര്യമുണ്ട്, കരോളിന് പോകുമ്പോ ഇടാൻ ഇതിലും നല്ലതുണ്ട്. നീ കഫ്താൻ ഇട്ടാ മതി. കരോളിന് അത് മതി. അപ്പൊ ഇതിന്ന് മാറ്റട്ടെ. ഇത് ഇതിൽ വെച്ചേക്കാം. ഇതിൽ വെക്കേണ്ട കാര്യമില്ല. അളവ് കൊണ്ടുപോകാനുള്ളതാണോ? അത് കൊണ്ടോണം. എന്നാ അളവ് കൊണ്ടോണം വായിൽ വെച്ചേക്കാം കേട്ടോ. ഇപ്പൊ ഇതിലിരിക്കട്ടെ. ആയിക്കോട്ടെ. അപ്പൊ ഇത് നിന്റെ ഷെൽഫിൽ വെച്ചേക്കാം കേട്ടോ. അകത്തെ എല്ലാം ഒന്നിനൊന്നും മികവ. നല്ലതാ.